പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബദറുദ്ദീൻ പഴന്തോട്ടം. ഞാൻ ഈ ഒരു ചീരകൃഷിയുടെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോ ഒരു ദിവസം, അതായത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് 1K, എന്നെ സംബന്ധിച്ചോളം 1K വലിയൊരു സംഭവം തന്നെയാണ്. ആ ഒരു വീഡിയോ എല്ലാവരും നല്ല രീതിയിൽ കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ചീരയുടെ ഒരു വിളവെടുപ്പ് നിങ്ങളെ കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിടുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആണെന്ന് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, മനസ്സിലാവുകയും ചെയ്യാം എന്നുള്ളൊരു ഇതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഈ ചീര ഏകദേശം ആയിട്ടുണ്ട്. കുറച്ച് അടുത്തൊക്കെ പോയി, കാരണം ആദ്യത്തെ ഒരു ചീര വിത്ത് പാകലായതുകൊണ്ട് അടുത്തൊക്കെ പോയി. അപ്പോൾ നമ്മൾ ആ ഒരു അറ്റത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് സെക്ഷനായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു അറ്റത്തു നിന്ന് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ അടുത്ത് പോയി, കാരണം വിത്ത് ആദ്യമായിട്ടാണ് ചീര ഈ പാത്തിയിൽ ഞാൻ ഇതാക്കുന്നത്. ഇതിനു മുമ്പ് മറ്റേ പുതിനയിലൊക്കെ ചെയ്തിട്ടുണ്ട്, പുതിനയില തക്കാളി ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ചീര ആദ്യമായിട്ട് നമ്മൾ കുറച്ച് അടുത്ത് പോയി. അപ്പോൾ അതിനകത്ത് കുറച്ച് നമ്മളൊരു സെക്ഷൻ ഒരറ്റം കുറച്ച് മാത്രം കട്ട് ചെയ്തെടുക്കണുള്ളൂ. ഒരു ഫുൾ ലെങ്ത്ത് പാത്തിയാണിത്, ആ പാത്തിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് ഒരു വീട്ടിലേക്ക്, ഒരു 4 മെമ്പറുള്ളൊരു വീട്ടിലേക്ക് ഉച്ചക്കത്തേക്കും 2 നേരം സുഖമായിട്ട് ഒരു തോരൻ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ഈ ചീര. ഇത് പ്ലാത്താങ്കരി ചീരയാണ്. ഇത് 9 മാസം വിളവ് കിട്ടുമെന്നാണ് പറയണത്. കട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ 9 മാസം വരെ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരറ്റം കട്ട് ചെയ്തു, കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഇത്രയും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അടുത്ത ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ കട്ട് ചെയ്യാം, പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ കട്ട് ചെയ്യാം. അങ്ങനെ ഒരു കണ്ട ഇതുപോലെ തന്നെ പിന്നെയും കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു 3-4 തവണ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ അറ്റം വളർന്ന് പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ വളർന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മാസത്തിൽ ഒരു 5, 6, 7 പ്രാവശ്യത്തിൽ കൂടുതൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഒരറ്റം അടുത്ത് ക്ലിയർ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും കാണുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചെടിയെ അല്ലെങ്കിൽ പൂവിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ, അമ്മമാരും പെങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, നമ്മൾ പറ്റുമെങ്കിൽ മാക്സിമം ഒരു 4 ഇപ്പോൾ ചെടിച്ചട്ടി നമ്മൾ മേടിക്കാൻ നേരത്തെ ഒരു 10-15 ചെടിച്ചട്ടി എക്സ്ട്രാ മേടിക്കാം. അതിനകത്ത് നമുക്ക് ഒരുപാട് വേണ്ട. ഒരു മുളകിൻ്റെ ഒരു 3 ചട്ടി, വെണ്ടയുടെ ഒരു 3 ചട്ടി, വഴുതനങ്ങയുടെ 2 ചട്ടി, കുറ്റിപ്പയർ ഒരു 3 ചട്ടി, തക്കാളി ഒരു 3, ചീര ഒരു റൗണ്ടിൽ ചെറുതായിട്ട്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് നഴ്സറികൾ ഇപ്പോൾ ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ വിത്തായിട്ട് മേടിക്കരുത്. വിത്ത് മേടിക്കുമ്പോൾ നമുക്ക് നഷ്ടം വരും, കുറച്ച് ബാക്കി ബാലൻസ് വരും. ഒരു തൈ 3 രൂപ 5 രൂപക്കൊക്കെ തൈ കിട്ടും. അപ്പോൾ ഒരു 3 തൈ വെച്ച് മേടിക്കുക. ഒരു മുളകൊക്കെ ഒരു 3 ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിൽ 2 പ്രാവശ്യം അതിനകത്ത് വിളവെടുക്കാം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം, നമ്മൾ വിൽപ്പനയല്ലാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നല്ല ആഹാരം കഴിയുന്നത്, നമുക്ക് വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യുക. അപ്പോൾ ചെറുതായിട്ടാണെങ്കിൽ മുളക്, അങ്ങനെ ചെറുതായിട്ട് ഒരു മുളക് 2-3 ചട്ടി നട്ട് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ഒരു മാസം 2 പ്രാവശ്യമെങ്കിലും അതിനകത്ത് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ചെടിയൊക്കെ നനയ്ക്കുന്നതോട് കൂടെ തന്നെ ഇത് നനഞ്ഞു വെക്കോളും. അതിന് ഒരുപാട് വളവും മേടിച്ച് വയ്ക്കേണ്ട. നമ്മൾ ഒരു കിലോ എല്ലുപൊടി, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1/2 കിലോ കുമ്മായം, അല്ലെങ്കിൽ ഡോളോമേറ്റ്, അങ്ങനെ കുറച്ച് മറ്റേ വളങ്ങൾ മേടിച്ച് ഒരു ടിന്നിലാക്കി വെച്ച് കുറേശ്ശെ ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 2ാമത്തെ വിളവെടുപ്പാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇത് 2ാമത്തെ വിളവെടുപ്പാണ്. 2ാമത്തെ ഒരറ്റം കഴിഞ്ഞ് അടുത്ത അറ്റത്ത് നമ്മൾ തുടങ്ങാണ്. അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മകളാണ്, ഇളയ ആളാണത്. പുള്ളിക്കാരത്തെയാണ് കുറച്ചൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യുന്നത്. മൂത്ത ആൾ വീഡിയോ പിടിക്കലും അതൊക്കെയാണ്. അപ്പോൾ കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യം കട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം എന്നല്ല, ഒരാഴ്ച മുമ്പ് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതും അത്യാവശ്യം കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ കട്ട് ചെയ്തു. നമുക്ക് ഇന്ന് ഇത് കണ്ടോ, നമുക്ക് 2 നേരത്തേക്കുള്ള ആവശ്യമുള്ള തോരൻ അതിന് വയ്ക്കാനുള്ളത് അതിനകത്ത് കിട്ടും. കണ്ടോ.
അപ്പോൾ ഇത്രയും നമുക്ക് നല്ല ഇപ്പോൾ ഈ വലിയ രീതിയിൽ കൃഷി ചെയ്യണവരൊക്കെ എന്തായാലും കീടനാശിനി അടിക്കാണ്ട് ഇതൊന്നും നോക്കില്ല. കാരണം ഒരുപാട് രോഗാണുക്കൾ വരും, ഇലപ്പുള്ളി രോഗം, അങ്ങനെ പല ഇതും വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ചെയ്യാവുന്ന നമ്മൾ ചെയ്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോകളായിട്ട്, അതായത് കൃഷി മാത്രമല്ല, എന്നൊക്കെ അറിയാവുന്ന പല വീഡിയോകളും ചെറിയ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.